ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഒരു ചാനലിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് ജോലിയുടെ ഭാഗമായിട്ടും പിന്നെ സ്റ്റാമ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പഠിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിടുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് തിരുവിതാംകൂറിലെ സ്റ്റാമ്പുകൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആ ഒരു സ്റ്റാമ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ നമ്മുടെ ഒരു ചാനൽ 1 by 1 ആയിട്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഞാൻ വിചാരിച്ചു ഈ സ്റ്റാമ്പുകളൊക്കെ നമുക്ക് വളരെ സിമ്പിളാണ്. സ്റ്റാമ്പുകളൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഇല്ല. ഈ ഒരു സ്റ്റാമ്പുകൾ, നാണയം, കറൻസികൾ എന്നിവ കളക്ഷൻ ചെയ്യും പോലെ തന്നെ സ്റ്റാമ്പുകൾക്കും അതിൻ്റേതായ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ട്. ഓരോരോ സ്റ്റാമ്പുകൾ പുറത്തിറങ്ങിയ വർഷം, അതുപോലെ തന്നെ കൊമമറേറ്റീവ് സ്റ്റാമ്പ്, അതുപോലെ തന്നെ ആ സ്റ്റാമ്പുകളുടെ സീലുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് ഡിഫറൻസ് സ്റ്റാമ്പുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുത്തേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ നാണയങ്ങൾ, കറൻസികൾ ആരെങ്കിലും കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ തന്നെയായ ന്യൂമിസ്മാറ്റിക്സ് ഹിസ്റ്ററി ലവർ എന്ന് പറയുന്ന ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൽ നമ്മുടെ നാണയങ്ങൾ, കറൻസികൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷനും കാര്യങ്ങളും പോകുന്നുണ്ട്. ഈ ഒരു ചാനലിൽ നമ്മുടെ സ്റ്റാമ്പുകളും മറ്റ് ചെറിയ ചെറിയ ആൻറ്റി കളക്ഷൻസ്, അതുപോലെ തന്നെ പത്രങ്ങളുടെ കളക്ഷൻ, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് കുറച്ച് സ്റ്റാമ്പുകൾ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. തിരുവിതാംകൂറിലെ ചക്രം 1 എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണിത്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ നിറം എന്താണ്, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ ഡിസൈൻസ്, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാട്ടർ മാർക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു സ്റ്റാമ്പിനകത്ത് മാത്രം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു വീഡിയോ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എടുത്ത് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതുതായിട്ട് സ്റ്റാമ്പ് കളക്ഷൻ ചെയ്യുന്ന വ്യക്തികളും സ്റ്റാമ്പ് കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലൊരു കുറേ സ്റ്റാമ്പ്സ് ഇങ്ങനെ മേടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചക്രം 1 ഇത് ചക്രം അര എന്ന് പറയുന്ന സ്റ്റാമ്പാണ്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സ്റ്റാമ്പുകളിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സീലുകളിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വാല്യൂ തന്നെ ലഭിക്കാവുന്ന, നല്ലൊരു വില തന്നെ ലഭിക്കാവുന്ന സ്റ്റാമ്പുകളാണ് ചക്രം 1 എന്നറിയപ്പെടുന്ന ഈ ഒരു സ്റ്റാമ്പ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം, തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റാമ്പുകൾ, ഇങ്ങനെ ഒരുപാട് സ്റ്റാമ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിരുവിതാംകൂർ സ്റ്റാമ്പുകളിൽ തന്നെ കൊമമറേറ്റീവ് ഇഷ്യൂ സ്റ്റാമ്പുകളും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാമ്പൊക്കെ നമുക്ക് ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു കൊമമറേറ്റീവ് ഇഷ്യൂ സ്റ്റാമ്പാണ്. നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ മൂച്ചിത്രത്തോടുകൂടി പുറത്തിറക്കിയ സ്റ്റാമ്പാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൽ നമുക്ക് അണ്ടർ പ്രിൻ്റഡ് ആയിട്ട് ഇവിടെ ഒരു ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 4 പൈസ എന്നും താഴെ സർവീസ് എന്നും അതിന് താഴെയിട്ട് 4 പൈസ എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ നമ്മൾ ഈ സ്റ്റാമ്പിൽ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് 8 കാശെന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സീൽ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാമ്പിന് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് സർചാർജ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ കൂട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു നമുക്ക് ഇവിടെ ഒരു പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത്, ഓവർ പ്രിൻ്ററായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള സീലുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൺ എസ് എന്നുള്ളൊരു സീൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീലിനും ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. അതുപോലെ തന്നെ സ്റ്റാമ്പുകൾക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വാല്യൂയിൽ വരുന്ന സ്റ്റാമ്പുണ്ട്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 6 കാശ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. ഒരുപാട് വ്യത്യാസങ്ങളോട് കൂടി വരുന്ന സ്റ്റാമ്പുകളാണ്. നിറത്തിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് വരുന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് തിരുവിതാംകൂറിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ സ്റ്റാമ്പാണ്. നമുക്കൊരു 20 രൂപ 25 രൂപ പ്രൈസ് റേഞ്ചിന് നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പ് നമുക്കിത് കിട്ടാം. ഇതിൽ നമുക്ക് ഓവർ പ്രിൻറ്റഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഹാഫാണ്, അരാണ് സർവീസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ മൂച്ചിത്രത്തോടുകൂടി പുറത്തിറങ്ങിയ 7 ചക്രം എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റാമ്പും 3/4 ചക്രം എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടായി സർവീസ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലാതെ സർവീസ് എന്ന് വരാത്ത സ്റ്റാമ്പുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന 1 by 1 വീഡിയോ ആയിട്ട് നമ്മുടെ ഒരു ചാനൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ തുടർന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ഒരു ചാനൽ പുതുതായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.